ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മോഡൽസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇടാൻ കുറേ ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിലേക്ക് ചെയ്ത കുറച്ച് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെയിം മോഡൽ തന്നെ. അപ്പോൾ ഈ ഒരു മോഡലാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്ക്. അപ്പോൾ ഇതിൽ 2 കളറാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ കളർ തന്നെ ചെയ്താൽ മതി, അതുപോലെ ഡാർക്ക് ഗ്രീന് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 ഇയർ ബേബീൻ്റെ ഫ്രോക്കാണ്. 38 സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റിഫ്നെറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മെറ്റീരിയൽ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 15 മീറ്ററിൻ്റെ ഉള്ളിൽ 12-13 മീറ്റർ ആ ഒരു സൈസിൽ നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടാണ് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലൈനിങ് നമ്മൾ ഒരു 2 മീറ്റർ ആ ഒരു സൈസിലും അതുപോലെ കോട്ടനും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടാണ് ഒരു 1000 രൂപ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2500-ൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്കിൽ നമ്മളൊരു ബോ കൊടുത്തിട്ടുണ്ട്. ബോ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഒരു ക്യാൻ കൊടുത്തിട്ടാണ് ബോ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പ്രസ് ബട്ടൺ കൊടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാനും പറ്റുന്ന ഒരു രീതിയിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. നമ്മൾ ബോഡി പാർട്ടിന് സ്റ്റാപ്പാണ് കൊടുത്തിട്ടുള്ളത്, സ്ലീവിന് പകരം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തൊരു ഫ്രോക്ക് തന്നെ, ഒരു സ്കർട്ട് ആൻഡ് ടോപ്പാണ്. ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ ഒരു റെഡ് ഡ്രസ്സിൻ്റെ റെഫറൻസ് പിക്കാണ് ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ സെയിം ടു സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നു ഒരേ മോഡലിൽ തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട് റെഫറൻസ് പിക്ക്. ആ ഒരു സെയിം എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് 4 വയസ്സിനും ഒന്നൊരു 6 വയസ്സിനുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെറ്റീരിയലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ ഡ്രസ്സിന് ഏകദേശം 12 മീറ്ററും സ്കേർട്ടിന് ചെറിയ ഡ്രസ്സ് ഒരു 9 മീറ്ററും ആ ഒരു സൈസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡി പാർട്ട് നമുക്ക് 1/2 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. കോട്ടനും ലൈനിങ്ങും അതുപോലെ പ്ലെയിൻ നെറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കേർട്ടിന് നമ്മൾ വലിയതിനൊരു 1.5 മീറ്റർ ലൈനിങ്ങും ചെറുതിനൊരു 1.25 മീറ്ററിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000-ൻ്റെ ഉള്ളിലാണ് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ. വലിയത് നമ്മൾ 3000-3100 ആ ഒരു റേഞ്ചിലും മറ്റേത് 3000-ൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 1000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. പിന്നെ തേർഡ് വന്നിട്ട് 1 ഇയർ ബേബി സ്കർട്ട് ആൻഡ് ടോപ്പാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ട് നമ്മൾ പേജത്തെ പിക്ക് തന്നെ തന്നിട്ട് ചെയ്ത ഫ്രോക്കാണ് കേട്ടോ, ഡ്രസ്സാണ് കേട്ടോ സ്കർട്ട് ആൻഡ് ടോപ്പ്. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെൽവെറ്റാണ് കേട്ടോ, ബ്ലാക്ക് വെൽവെറ്റിൽ വർക്ക് വരുന്ന പീസാണ്. പിന്നെ സ്കേർട്ട് നമ്മൾ റാണി പിങ്കിലാണ് ചെയ്തിട്ടുള്ളത്. സ്കേർട്ടിന് നമ്മൾ 3 മീറ്റർ മെറ്റീരിയലും ടോപ്പിന് നമ്മൾ 1/2 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്കേർട്ടിൻ്റെ വേസ്റ്റിൽ നമ്മൾ ടോപ്പിൻ്റെ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം ഹെഡ് ബാൻഡും ആൾട്ടറിനൊക്കെ നെക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാ സെയിം നമ്മൾ ഹെഡ് ബാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈനിങ് 1 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കോട്ടനും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത് പറഞ്ഞാൽ 1600 ആ ഒരു റേഞ്ചിലാണ്. സ്റ്റിച്ചിങ് ചാർജ് ഏകദേശം ഒരു 700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മുമ്പ് സെയിം ടു സെയിം എന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ ഹുക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കിൽ ആ ഹുക്സിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പട്ട കൊടുക്കുമല്ലോ, അവിടെ തന്നെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ബോയ് ഉണ്ടല്ലോ, കുറച്ച് വലിപ്പമുള്ള ഒരു ബോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് അത് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്ത് കാണാൻ. ബേബീൻ്റെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഹാൾട്ടർ നെക്കിൽ നമ്മൾ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഹാങ്ങിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെയിം തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ബാക്ക് മാത്രമാണ് കേട്ടോ. അതുപോലെ സ്കേർട്ട് നമ്മൾ അംബ്രല ജോർജറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മറ്റേത് പ്ലെയിൻ നെറ്റിലാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ജോർജറ്റിലാണ് കേട്ടോ. ഇതൊരു 3 ഇയർ ബേബി ഒരു സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ സ്കേർട്ട് നമ്മൾ ജോർജറ്റിലും അതുപോലെ ടോപ്പ് വെൽവെറ്റിൽ വർക്കുമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ സെയിം മെത്തേഡ് തന്നെ, പക്ഷേ മേക്കിൽ നമ്മൾ ഹാങ്ങിങ്സ് ഹുക്സിന് പകരം നമ്മളൊക്കെ ഡോറി കൊടുത്തിട്ട് അതിൽ ഹാങ്ങിങ്സ് കൂടെ കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 3 ഇയർ ബേബി നമ്മളൊരു 18 സൈസ് സ്കേർട്ടും 16 സൈസ് സ്കേർട്ടും അതുപോലെ 10 ഇഞ്ചാണ് നമ്മൾ ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ ഇതാ നമ്മൾ ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡോറി കൊടുത്തിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ബേബിക്ക് ഇട്ടിട്ട് കാണാനും. അപ്പോൾ ഇത് നമുക്ക് സ്കേർട്ടിന് നമ്മൾ 2 മീറ്റർ ജോർജറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, 1.5 മീറ്റർ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ നമ്മൾ 1/2 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,800 ആ ഒരു റേഞ്ചാണ് കേട്ടോ. സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 800 ആ ഒരു റേഞ്ചൊക്കെയാണ് വരിക കേട്ടോ. എന്താ വെച്ചാൽ താഴെ നമ്മൾ നല്ല ഭംഗിയിൽ ഫിഷ് ഹെമ്മൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ്സ് തന്നെ ഒരുപാട് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ 8 എണ്ണം നമ്മളെ ബാക്കിലും പിന്നെ ഹാൾട്ടർനെക്കിൻ്റെ ആ ഒരു ഡോറിൽ നമ്മൾ 2 എണ്ണം അങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ 10 ഡോർ ഹാങ്ങിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ഹെഡ് ബാൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ബേബി ഇട്ട് കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു ഫിഷമ്മ കൊടുത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സിന് കുറച്ച് നല്ല ഹൈലൈറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കമൻറ്റും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും ബൈ.